ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ജനുവരിയിലെ ഫസ്റ്റ് വീക്ക്, അതായത് ജനുവരി 1 മുതൽ 6 വരെയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് സെഷനാണ്. സോ ഒട്ടും താമസിക്കാതെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് പോയിന്റ്, ആപ്പ് ഡെവലപ്ഡ് ബൈ പാരാമിലിറ്ററി ഫോഴ്സസ് ഫോർ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി പാരാമിലിറ്ററി ഫോഴ്സസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആപ്പിന്റെ പേരാണ് സാന്റേഴ്സ് ആപ്പ്. അതായത് പാരാമിലിറ്ററി ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ CISF, അതുപോലെ തന്നെ SSB, ശാസ്ത്ര സീമാബൽ, ITBP തുടങ്ങിയ പാരാമിലിറ്ററി ഫോഴ്സസ് ഒക്കെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷന്റെ പേരാണ് സാന്റേഴ്സ് ആപ്പ്. ജനുവരി 1 വീക്ക് മുതൽ കൊണ്ടുവരുന്ന ആപ്പാണ് ഇത്. ഇന്ത്യയുടെ ആദ്യ സബ്മറീൻ ടൂറിസം തുടങ്ങുന്നത് ദ്വാരക, ഗുജറാത്തിലാണ്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറൈൻ ലൈഫ് വ്യൂ ചെയ്യുക. ഒരു സിറ്റിയുടെ മറൈൻ ലൈഫ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഏകദേശം സീയിൽ 100 മീറ്റർ താഴോട്ട് തന്നെ വ്യൂ ചെയ്യാനുള്ള ഒരു മറൈൻ ലൈഫ് വ്യൂ ചെയ്യാനുള്ള ഒരു സ്കീം, അങ്ങനെ ടൂറിസം കൊണ്ടുവരുന്നത് എവിടെയാണ്? ആദ്യത്തേതാണ്, ഇമ്പോർട്ടന്റ് ആണ്, ദ്വാരക, ഗുജറാത്തിലാണ്. നെക്സ്റ്റ്, മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യയിലാണ് വരുന്നത്. മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യയിലാണ് വരുന്നത്. ഇനോഗ്രേറ്റഡ് ബൈ PM നരേന്ദ്രമോദി. ഫ്രാങ്കോയിസ് ബെട്ടൻകോട്ട് മേയേഴ്സ്, ഫ്രഞ്ച് പേരാണ്. ഫ്രാങ്കോയിസ് ബെട്ടൻകോട്ട് മേയേഴ്സ്. എന്താണ് പ്രത്യേകത? വേൾഡ്സ് ഫസ്റ്റ് വിമൻ വിത്ത് എ നെറ്റ് വർത്ത് ഓഫ് $100 million. $100 million ഉള്ള വേൾഡിലെ ഫസ്റ്റ് വിമൻ ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഫ്രാങ്കോയിസ് ബെട്ടൻകോട്ട് മേയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മേയേഴ്സ് എന്ന് ഓർത്തിരിക്കുക. ഫ്രഞ്ച് ആണ്, അപ്പൊ ഫ്രാൻസ് ഫ്രാങ്കോയിസ്, അങ്ങനെ തന്നെ ഓർത്തിരിക്കാം. സോ ടൈറ്റിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ചെയർപേഴ്സൺ ആണ് ഫ്രാങ്കോയിസ് ബെട്ടൻകോട്ട് മേയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടിറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലോറിയൽ എന്ന് പറയുന്നത്, അതായത് വേൾഡ്സ് ലാർജസ്റ്റ് ആയിട്ടുള്ള കോസ്മെറ്റിക് കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയാണ്. അപ്പൊ അതിന്റെ ചെയർപേഴ്സൺ ആണ് ഫ്രാങ്കോയിസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ റിച്ചസ്റ്റ് വുമൻ എന്ന് പറയുന്നത് സാവിത്രി ജിൻഡാൽ ആണ്. അപ്പോൾ ആ പേര് ഓർത്തിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, 16th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയയാണ്. നമുക്കറിയാം, പേര് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കും. നീതി ആയോഗിന്റെ ഫോമർ വൈസ് ചെയർമാൻ ആയിരുന്നു അരവിന്ദ് പനഗരിയ. 15th ആണ് ഇപ്പോൾ ഉള്ളത്. അത് 15th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ NK സിംഗ് ആണ്. NK സിംഗ് ആണ്. 2025 കാലഘട്ടത്തിലാണ് ഇതുള്ളത്. 16th വന്നിരിക്കുന്നത് ഡോക്ടർ അരവിന്ദ് പനഗരിയ, പേര് ഓർത്തിരിക്കും. നെക്സ്റ്റ്, ബ്രാൻഡ് അംബാസിഡർ ഓഫ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് പിങ്കിയാണ്. ഉത്തർപ്രദേശിലുള്ള പിങ്കി എന്ന് പറയുന്നത് ഓസ്കാർ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ഉണ്ട്, സ്മൈൽ പിങ്കി എന്ന് പറയുന്ന ഒരു ഓസ്കാർ വിന്നിംഗ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയിൽ ലീഡിംഗ് റോൾ ചെയ്ത വ്യക്തിയാണ് പിങ്കി എന്ന് പറയുന്നത്, കുട്ടിയാണ്. സോ ആ കുട്ടിയാണ് ബ്രാൻഡ് അംബാസിഡർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത്. സോ ഇത് കുറച്ച് പിക്ചേഴ്സ് ആണ്, ഇവരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എല്ലോറിയലിന്റെ കാര്യം. വേൾഡ്സ് ഫസ്റ്റ് വുമൻ വിത്ത് $100 billion ഫോർച്യൂൺ എന്ന് പറയുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്മറീൻ, നമ്മൾ പറഞ്ഞു സബ്മറീൻ ടൂറിസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുജറാത്തിലെ ദ്വാരകയിലാണെന്ന് പറയുന്നു. സോ ഇതാണ് ദ്വാരകയിൽ, ഗുജറാത്തിൽ വരാൻ പോകുന്ന ഒരു സബ്മറീൻ ടൂറിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സാന്റേഴ്സ് ആപ്പ്, പാരാമിലിറ്ററി ഫോഴ്സസ് തുടങ്ങുന്ന സാന്റേഴ്സ് ആപ്പ്. ITBP, CISF ഒക്കെ അവൈലബിൾ ആക്കിയിരിക്കുന്ന സാന്റേഴ്സ് ആപ്പ്. 4th വൺ എന്ന് പറഞ്ഞ കുട്ടിയുടെ പേരാണ് പിങ്കി എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് പറഞ്ഞത്? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നതിന്റെ എന്നൊരു സ്കീമിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് പിങ്കി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ 4 ഫിഗേഴ്സും കൂടി മനസ്സിലൊന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്ന് ഓർക്കുക. ഇന്ത്യയും UAE തമ്മിലുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. അതിന്റെ പേരാണ് ഡെസേർട്ട് സൈക്ലോൺ 2024. ഡെസേർട്ട് സൈക്ലോൺ. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും UAE തമ്മിലുള്ളതാണ്. ഇത് എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചാൽ രാജസ്ഥാനിൽ വെച്ചാണ് ഈ ഒരു മിലിറ്ററി എക്സസൈസ് നടന്നത്. അപ്പോൾ ആ പേരും ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്നുള്ളതും എവിടെ വെച്ചാണ് നടന്നതെന്നും മനസ്സിലാക്കിയിരിക്കുക. ഫസ്റ്റ് കമ്പനി ഇൻ ഇന്ത്യ ടു അച്ചീവ് ISCC+ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് റിലയൻസ് എന്ന് പറയുന്നത്. അപ്പം പ്ലാസ്റ്റിക് വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുക, കെമിക്കലി റീസൈക്കിൾ ചെയ്താണ് അവർ ഈ ISCC+ സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. എന്താണ് ISCC എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് കാർബൺ സർട്ടിഫിക്കേഷൻ എന്നതാണ് അതിന്റെ ഫുൾ ഫോം. സോ ആ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് റിലയൻസ് എന്ന് പറയുന്നത്.
വേൾഡ്സ് ലാർജസ്റ്റ് ലിഥിയം റിസർവ്സ് കണ്ടുപിടിച്ചിരിക്കുന്നത് കാലിഫോർണിയയിലെ സാൾട്ടൺ സീയിലാണ്. വേൾഡ്സ് ലാർജസ്റ്റ് ലിഥിയം റിസർവ്സ്. ജനുവരി 1 ഗ്ലോബൽ ഫാമിലി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ജനുവരി 1 ഗ്ലോബൽ ഫാമിലി ഡേ, അതായത് ഇയറിലെ ഫസ്റ്റ് ഡേ തന്നെ ഗ്ലോബൽ ഫാമിലി ഡേ ആയിട്ട് ആചരിക്കുന്നു. പ്രസിഡന്റ് ഓഫ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇത് റീ എലക്ട് ചെയ്തിരിക്കുന്നത്. റീ എലക്ഷൻ ആണ് നടന്നത്. ഫെലിക്സ് ടിഷിക്കേക്കഡി. ഷിസേക്കഡി, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം പേര് കേട്ടോ, പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. സോ ഫെലിക്സ് ഷിഷിക്കേക്കഡിയാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ പ്രസിഡന്റ് ആയിട്ട് പുതിയതായിട്ട് നിയമിതനായിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കെ സ്മാർട്ട് പ്രൊജക്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേരള. അപ്പോൾ കെ ഫോർ കേരള എന്ന് നമുക്ക് ഓർത്തിരിക്കാം. എന്താണ് കെ സ്മാർട്ട് പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഗവൺമെന്റ് ബോഡീസിൽ അവരുടെയൊക്കെ സർവീസസ് ഡിജിറ്റൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് ആണ് കെ സ്മാർട്ട് പ്രൊജക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. വന്നിരിക്കുന്നത് കേരളത്തിലാണ്. നെക്സ്റ്റ് ഓപ്ഡോർ ആപ്പ് അത് കൊണ്ടുവന്നിരിക്കുന്നത് ബിന്നി ബൻസാൽ. ഈ പേര് കുറച്ച് ഫെമിലിയർ ആണ്, കാരണം ഫ്ലിപ്കാർട്ടിന്റെ കോ ഫൗണ്ടർ ആണ് ഇദ്ദേഹം. ഫ്ലിപ്കാർട്ടിന്റെ കോ ഫൗണ്ടർ. സോ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആപ്പാണ് ഓപ്ഡോർ ആപ്പ് എന്നാണ് അതിന്റെ പേര്. അതായത് ഡിസൈൻ, പ്രൊഡക്റ്റ്, ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചുള്ള സർവീസസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്പായിട്ടാണ് ഓപ്ഡോർ ആപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഇന്ത്യൻ EV കമ്പനി, ഇലക്ട്രിക് വെഹിക്കിൾ കമ്പനി ടു റിസീവ് PLI അപ്രൂവൽ എന്ന് പറയുന്നത് ഓല ഇലക്ട്രിക് ആണ്. PLI അപ്രൂവൽ. എന്താണ് PLI അപ്രൂവൽ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് അപ്രൂവൽ ആണ്. ഫസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾ കമ്പനിയാണ് ഓല ഇലക്ട്രിക് എന്ന് പറയുന്നത്. ഫസ്റ്റ് യൂണിയൻ ടെറിട്ടറി ടു ഇംപ്ലിമെന്റ് PM വിശ്വകർമ്മ യോജന. PM വിശ്വകർമ്മ യോജന കൊണ്ടുവരുന്ന ആദ്യ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ജമ്മു കാശ്മീരാണ്. അപ്പോൾ ഈ യോജനാസ് ഒക്കെ എവിടെയാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ ഉള്ള പോയിന്റ് മനസ്സിലാക്കിയിരിക്കണം. സോ മിലിറ്ററി എക്സസൈസ് ആണ് ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്നത്. ഇന്ത്യയും UAEയും തമ്മിലാണ്. അതുപോലെ തന്നെ ISCCS പ്ലസ് സർട്ടിഫിക്കേഷൻ റിലയൻസിനാണ് ലഭിച്ചത്. ഏറ്റവും വലിയ ലിഥിയം റിസർവ് വേൾഡിൽ കണ്ടെത്തിയിരിക്കുന്നത് സാൾട്ടൺ സി കാലിഫോർണിയ. കെ സ്മാർട്ട് പ്രൊജക്ട് ആണെങ്കിൽ അത് എവിടെയാണ്? കേരള. അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. ഓപ്ഡോർ ആപ്പ് ബിന്നി ബൻസാൽ കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഫ്ലിപ്കാർട്ട് കോ ഫൗണ്ടർ അദ്ദേഹം. അതുപോലെ ഫസ്റ്റ് യൂണിയൻ ടെറിട്ടറി ടു ഇംപ്ലിമെന്റ് PM വിശ്വകർമ്മ ജമ്മു കാശ്മീർ. വിശ്വകർമ്മ യോജന കൊണ്ടുവരുന്നത് ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറിയാണ്. ഫസ്റ്റ് EV കമ്പനി ടു റിസീവ് PLI, അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് അപ്രൂവൽ കൊണ്ടുവന്നത് ഓല ഇലക്ട്രിക് ആണ്. ആ ഒരു കമ്പനിയാണ് അപ്രൂവൽ റിസീവ് ചെയ്തത് അവരാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ പുതിയ പ്രസിഡന്റ് ഫെലിക്സ് ഷിസേക്കഡി, എങ്ങനെ പ്രൊണൗൺസ് ചെയ്യും നിങ്ങൾ തന്നെ കണക്ട്, ഷിസേക്കഡി എന്നായിരിക്കും ചിലപ്പം. അപ്പോൾ അദ്ദേഹമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ പുതിയ പ്രസിഡന്റ്. ചൈനീസ് റിസർച്ച് ഷിപ്പിനെ ബാൻ ചെയ്ത കൺട്രി എന്ന് പറയുന്നത് ശ്രീലങ്കയാണ് ചൈനീസ് റിസർച്ച് ഷിപ്പിനെ ബാൻ ചെയ്തത്. 2024 ബ്രിക്സ് ചെയർമാൻഷിപ്പിൽ ഏതാണ് ആതിഥേയം വഹിക്കുന്ന രാജ്യം? റഷ്യയാണ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2024 ജനുവരി വന്നതോടുകൂടി ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE ഇവയൊക്കെ ഫുൾ മെമ്പേഴ്സ് ആയിട്ട് ബ്രിക്സിൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്തു. സോ ഇത്തവണത്തെ ചെയർമാൻഷിപ്പ് ഏത് രാജ്യത്താണ് നടക്കുന്നത്? റഷ്യ. ബ്രിക്സിലെ മെമ്പർഷിപ്പ് റിജക്ട് ചെയ്ത കൺട്രിയാണ് അർജന്റീന. അത് ഓർത്തിരിക്കുക. അപ്പൊ അർജന്റീനയുടെ പ്രസിഡന്റിന്റെ പേര് കൂടെ ഓർത്തിരിക്കുക, ജാവിയർ മില്ലെ. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. അതായത് ബ്രിക്സ് മെമ്പർഷിപ്പ് റിജക്ട് ചെയ്ത രാജ്യം അർജന്റീനയാണ്. ചിലപ്പോൾ അത് നമ്മൾ നോക്കും. ചിലപ്പോൾ ചോദിക്കാം, അർജന്റീനയുടെ പ്രസിഡന്റിന്റെ പേര് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജാവിയർ മില്ലെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. FIH ഹോക്കി ഫൈവേഴ്സ് വേൾഡ് കപ്പ് 2024 നടന്നത് മസ്കറ്റിലാണ്. ഒമാനിലെ മസ്കറ്റിലാണ് FIH ഹോക്കി ഫൈവേഴ്സ് വേൾഡ് കപ്പ് 2024 നടന്നത്. ഹോക്കി ഫൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പ്ലെയർ ആയിരിക്കും. ഒരു ടീമിൽ 5 പ്ലെയർ പ്ലേ ചെയ്യുന്ന ഒരു ഗെയിമാണ് ഹോക്കി ഫൈവേഴ്സ് എന്ന് പറയുന്നത്. വിമൻ അണ്ടർ 19 ടൈറ്റിൽ അറ്റ് ദ സ്കോട്ടിഷ് സ്ക്വാഷ് ജൂനിയർ ഓപ്പൺ 2023. അനഹത് സിംഗ് ആണ് ഇന്ത്യസ് യങ്ങസ്റ്റ് സ്ക്വാഷ് പ്ലെയർ ആണ് അനഹത് സിംഗ് എന്ന് പറയുന്നത്. വിമൻ അണ്ടർ 19 ടൈറ്റിൽ ആണ് ലഭിച്ചത് സ്കോട്ടിഷ് സ്ക്വാഷ് ജൂനിയർ ഓപ്പൺ 2023. State government which reduce the eligibility age for old pension for tribals and Dalits to 15 years. 50 വർഷത്തേക്ക് ട്രൈബൽസിനും ദളിത്തിനും അവരുടെ പെൻഷൻ എലിജിബിലിറ്റി ഏജ് കുറച്ച ഗവൺമെന്റ് ജാർഖണ്ഡ് ഗവൺമെന്റ് ആണ്. ഫസ്റ്റ് ഫുൾ ഫ്ലഡ്ജ് ഗേൾ സൈനിക് സ്കൂൾ വരുന്നത് മധുര എന്ന് പറയുന്നത് യുപിയിലെ മധുരയാണ്, തമിഴ്നാടല്ല. ഫസ്റ്റ് ഫുൾ ഫ്ലഡ്ജ്ഡ് ഗേൾ സൈനിക് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് യുപിയിലെ മധുരയിലാണ്. സോ ഈ പേജിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ചൈനീസ് റിസർച്ച് ഷിപ്പിനെ ബാൻ ചെയ്ത കൺട്രി എന്ന് പറയുന്നത് ശ്രീലങ്ക, നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യം എന്ന് പറയുന്നത്. ഈ തവണത്തെ ബ്രിക്സിന് ആതിഥേയരാവുന്ന രാജ്യം റഷ്യയാണ്. അതുപോലെ ബ്രിക്സിലോട്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന കൺട്രീസ് ന്യൂ ഫുൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത്
ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി, UAE തുടങ്ങിയവയാണ്. ഈ ഒരു ബ്രിക്സ് മെമ്പർഷിപ്പ് വേണ്ട എന്ന് വെച്ചിരിക്കുന്ന രാജ്യം റിജക്ട് ചെയ്തത് അർജന്റീനയാണ്. അർജന്റീനയിൽ പ്രസിഡന്റിന്റെ പേര് ജാവിയർ മില. അപ്പം ബ്രിക്സുമായിട്ട് ഇത്രയും പോയിന്റുകൾ ഓർത്തിരിക്കുക. FIH ഹോക്കി 5 ഇയേഴ്സ് വേൾഡ് കപ്പ് നടന്നത് ഒമാനിലെ മസ്കറ്റിലാണ്. അതുപോലെ അണ്ടർ 19 സ്ക്വാഷ് ജൂനിയർ ഓപ്പൺ ലഭിച്ചത് ഇന്ത്യയുടെ യങ്ങസ്റ്റ് സ്ക്വാഷ് പ്ലെയറായ അർഹത് സിംഗിനാണ്. ദളിതർക്കും അതുപോലെ ട്രൈബൽസിന് 50 ഇയേഴ്സ് ആയിട്ട് എലിജിബിലിറ്റി ഏജ് ഫോർ ഓൾഡ് പെൻഷൻ കുറച്ചത് റെഡ്യൂസ് ചെയ്ത ഗവൺമെന്റ് ജാർഖണ്ഡ് ഗവൺമെന്റ് ആണ്. ഫസ്റ്റ് ഫുൾ ഫ്ലഡ്ജ്ഡ് ഗേൾസിനായിട്ടുള്ള സൈനിക സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന മധുര UP മധുരയിലാണ്. ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു മാപ്പ് ഓൾ ആക്സിഡന്റ് പ്രോൺ സൈറ്റ്സ്. എല്ലാ ആക്സിഡന്റ് പ്രോൺ സൈറ്റ്സിനെ മാപ്പ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പഞ്ചാബിനാണ്. അതായത് ഏകദേശം 784 ആക്സിഡന്റ് ബ്ലാക്ക് സ്പോട്സുകൾ മാപ്പ് ചെയ്തു. അവരുടെ ഒരു ആപ്പ് സിസ്റ്റം ഉപയോഗിച്ച് റോഡ് സേഫ്റ്റി എൻഹാൻസ് ചെയ്യുക, ഡ്രൈവേഴ്സിനെ അലേർട്ട് ചെയ്തുകൊണ്ട് റോഡ് സേഫ്റ്റി എൻഹാൻസ് ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു മാപ്പിംഗ് നടത്തിയിരിക്കുന്നത്. ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ പഞ്ചാബാണ്. റാണി ദുർഗാവതി ശ്രീ അണ്ണ പ്രോത്സാഹൻ യോജന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണ് റാണി ദുർഗാവതി ശ്രീ അണ്ണ പ്രോത്സാഹൻ യോജന ആരംഭിച്ചിരിക്കുന്നത്. അതായത് കോഴ്സ് ഗ്രെയിൻസിന്റെ പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുക. അതായത് മില്ലറ്റ്സിന്റെ ഗ്രോത്തിൽ ഏകദേശം പെർ കെ ജി 10 റുപ്പീസ് ആയിട്ടൊക്കെ കൊടുത്ത് അതുപോലെ എൻഹാൻസ് ചെയ്യുക, അവയെ പ്രൊമോട്ട് ചെയ്യുക, അതിന്റെ പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടി വന്നിരിക്കുന്ന യോജനയാണ് റാണി ദുർഗാവതി. ഇത് പ്രമാണിച്ച് അവാർഡ്സുകളൊക്കെ മധ്യപ്രദേശ് ഗവൺമെന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ അതെവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? മധ്യപ്രദേശ് ഗവൺമെന്റ്. പ്യൂബിറ്റി അത്ലറ്റിക് ഓഫ് ദ ഇയർ 2023 ലഭിച്ചിരിക്കുന്ന വിരാട് കോഹ്ലിയാണ്. അത് മെൻസിന്റെ കേസിലാണ്. മെൻസ് സ്പോർട്സ് പേഴ്സണിലുള്ള അവാർഡ് കിട്ടിയിരിക്കുന്ന വിരാട് കോഹ്ലിക്കാണ് പ്യൂബിറ്റി അത്ലറ്റ് ഓഫ് ദ ഇയർ 2023. പ്യൂബിറ്റി എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയാണ്. ഏകദേശം 20 ചാനൽസിനെ സ്പാൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയാണ്. അതിൽ മെൻസ് കാറ്റഗറിയിലാണ് ആർക്ക് ലഭിച്ചിരിക്കുന്നത്? സ്പോർട്സ്മാൻ കാറ്റഗറിയിലാണ് ആർക്ക് ലഭിച്ചിരിക്കുന്നത്? വിരാട് കോഹ്ലിക്ക് ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഫസ്റ്റ് യൂറോപ്യൻ കൺട്രി ടു ഇഷ്യൂ ഡിജിറ്റൽ ഷീഗൻ വിസ. ഡിജിറ്റൽ ഷീഗൻ വിസ ഇഷ്യൂ ചെയ്യുന്ന ആദ്യ യൂറോപ്യൻ കൺട്രി എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. സോ ഷീഗൻ വിസ എന്ന് പറയുന്നത് അതായത് വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിനൊക്കെ സ്ട്രീംലൈൻ ചെയ്യുക, ഒരുപാട് കൺഫ്യൂഷൻസ് ഫയൽസിൽ ഉണ്ടാകുന്ന ഒരുപാട് വലിയ കൺഫ്യൂഷൻസിനൊക്കെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിസയാണ് ഷീഗൻ വിസ. അത് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആദ്യ യൂറോപ്യൻ കൺട്രിയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മൾട്ടി സ്പോർട്സ് ബീച്ച് ഗെയിംസ്. ഇന്ത്യയിലെ ആദ്യ മൾട്ടി സ്പോർട്സ് ബീച്ച് ഗെയിംസ് വന്നിരിക്കുന്നത് DUവിലാണ്. ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ANOC ആണ്. ANOC എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് നാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് DUവിലാണ് ഇത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഉത്സവമാണ് ഗുണോത്സവ് 2024. ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കുക? ഗുണോത്സവ്. അതായത് 40 ലക്ഷം സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, അതൊരു ഉത്സവമല്ല, ഗുണോത്സവം ഒരു പ്രൊജക്റ്റ് ആണ്. 2024 40 ലക്ഷത്തോളം കുട്ടികളുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ അവരുടെ ഒരു ഓവറോൾ അസസ്മെന്റിന് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അത് കൊണ്ടുവന്നിരിക്കുന്ന ആസാം ഗവൺമെന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ പ്രൊജക്ട്സും ഇമ്പോർട്ടന്റ് ആണ്. ഇനി കിർഗിസ്ഥാനിലെ നാഷണൽ എംബ്ലം സ്നോ ലെപ്പേർഡ്. ചിലപ്പോൾ ചോദിക്കും കിർഗിസ്ഥാനിലെ നാഷണൽ എംബ്ലം സ്നോ ലെപ്പേർഡ്. ചിലപ്പം വേണമെങ്കിൽ സ്നോ ലെപ്പേർഡിന്റെ ഒരു സയന്റിഫിക് നെയിം ചോദിക്കാം. പാന്തേര ഉൻസിയ എന്നതാണ് ഇതിന്റെ ഒരു സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. സോ അത് കിർഗിസ്ഥാന്റെ നാഷണൽ സിംബൽ ആയിട്ട് പ്രസിഡന്റ് സാദിർ സപ്പോറോവ്, ആ ഒരു പ്രസിഡന്റിന്റെ പേര് കൂടി ഓർത്തിരിക്കുക, സാദിർ സപ്പോറോവ്. ചിലപ്പോൾ ന്യൂലി അപ്പോയിന്റഡ് ആയിരിക്കണം. ഇങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളുടെയും എന്ത് ചോദിക്കാം? പ്രസിഡന്റിനെയും പ്രൈം മിനിസ്റ്ററെയും ഒക്കെ ചിലപ്പോൾ കണക്ട് ചെയ്യും. അപ്പൊ ഏതെങ്കിലും രാജ്യങ്ങൾ നോക്കുമ്പോൾ അത് കണക്ട് ചെയ്യുന്ന പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും നോക്കുന്നത് നന്നായിരിക്കും. സോ കിർഗിസ്ഥാന്റെ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത് സാദിർ സപ്പോറോവയാണ്. സോ ഇതിനു മുന്നേ നമ്മളൊരു പ്രസിഡന്റ് നോക്കിയാൽ അർജന്റീനയുടെ പ്രസിഡന്റ് ജാവിയർ മില്ലേ, അതുകൂടെ ഓർത്തിരിക്കണം. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഡിക്ലയർഡ് ജനുവരി 22 as ഡ്രൈ ഡേ ഇൻ ഹോണർ ഓഫ് റാം ടെമ്പിൾ. റാം ടെമ്പിളുമായിട്ട് പ്രമാണിച്ചിട്ട് ജനുവരി 22 ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്ന സ്റ്റേറ്റ് ആണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ആണ് അങ്ങനെ ആചരിക്കുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, കഴിഞ്ഞൊരു സ്ലൈഡിൽ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് ആണ് SKAO-യിൽ ഇന്ത്യ മെമ്പർഷിപ്പ് എടുത്തു. SKAO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ കിലോമീറ്റർ അറേ ഒബ്സർവേറ്ററി ആണ്. വേൾഡ്സ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു റേഡിയോ ടെലിസ്കോപ്പിക് പ്രൊജക്റ്റ് ആണ് SKAO എന്ന് പറയുന്നത്. അതിൽ എന്ത് ചെയ്തു? ഇന്ത്യ മെമ്പർഷിപ്പ് ആയി. നെക്സ്റ്റ്,
കടിയ സാരീസ് ഗോട്ട് GI ടാഗ്, ജിയോഗ്രാഫിക് ഇൻഡിക്കേഷൻ ടാഗ് അല്ലെ, വെസ്റ്റ് ബംഗാളിലെ ഒരു പ്രധാനപ്പെട്ട GI കിട്ടിയ ഒരു ടാഗ് ആണ് കടിയ സാരീസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് വിച്ച് ഇന്റഗ്രേറ്റ് ചിരഞ്ജീവി സ്കീം വിത്ത് ആയുഷ്മാൻ ഭാരത് സ്കീം. ആയുഷ്മാൻ ഭാരത് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ചിരഞ്ജീവി സ്കീം കൊണ്ടുവന്നിരിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ആണ്, ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ആണ് ചിരഞ്ജീവി സ്കീം എന്ന് പറയുന്നത്. കൊണ്ടുവന്നിരിക്കുന്നത് ഏതാണ്? രാജസ്ഥാൻ. PBT സ്പോർട്സ് വുമൺ അത്ലറ്റ് ഓഫ് ദ ഇയർ. നമ്മൾ നേരത്തെ ഞാൻ കഴിഞ്ഞൊരു സ്ലൈഡിൽ പറഞ്ഞിരുന്നു, സ്പോർട്സ്മാൻ അത്ലറ്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? വിരാട് കോഹ്ലിക്കാണ്. അതുപോലെ തന്നെ സ്പോർട്സ് വുമൺ അത്ലറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത് ഐദാന ബോണബട്ടിയാണ്. ഐദാന ബോണബട്ടി എന്ന് പറയുന്നത് സ്പാനിഷ് ഫുട്ബോളറാണ്. സോ ഫീമെയിൽ വിഭാഗത്തിൽ അല്ലെങ്കിൽ സ്പോർട്സ് വുമൺ വിഭാഗത്തിൽ കിട്ടിയിരിക്കുന്നത് ഈ ഒരു സ്പാനിഷ് ഫുട്ബോളർക്കാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച്ഡ് രഹത് വാണി കേന്ദ്ര തുടങ്ങിയിരിക്കുന്നത് UP-യിലാണ്. അത് ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഏർലി വാർണിംഗ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു കേന്ദ്രമാണ് രഹത് വാണി കേന്ദ്ര എന്ന് പറയുന്നത്. ലാൽബാഗ് ലക്നൌവിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. UP-യിലെ ലക്നൌവിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്റർനാഷണൽ മൈൻഡ് ബോഡി വെൽനസ് ഡേ ജനുവരി 3 ആണ് ആചരിക്കുന്നത്. ജനുവരി 3 ഇന്റർനാഷണൽ മൈൻഡ് ബോഡി വെൽനസ് ഡേ ആചരിക്കുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീം എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് വെൽനസ് മൈൻഡ് ബോഡി ആൻഡ് സോൾ. അതാണ് അതിന്റെ ഈ ഒരു വർഷത്തെ തീം എന്ന് പറയുന്നത്, മൈൻഡ് ബോഡി ആൻഡ് സോൾ. സോ 2024 ജനുവരി 3 ഇന്റർനാഷണൽ മൈൻഡ് ബോഡി വെൽനസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. 2023 വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ലഭിച്ചിരിക്കുന്ന മാഗ്നസ് കാൾസൺ, വളരെ ഫേമസ് ആയിട്ടുള്ള പേരാണ് അല്ലേ. അപ്പോൾ ഈ 2023 വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് ലഭിച്ചിരിക്കുന്നത് മാഗ്നസ് കാൾസൺ ആണ്. 7ാമത്തെ വേൾഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിലാണ്. അതുപോലെ 17th വേൾഡ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിലുമാണ് മാഗ്നസ് കാൾസന് ലഭിക്കുന്നത്. ഫസ്റ്റ് വിമൻ പ്രസിഡന്റ് ഓഫ് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഫസ്റ്റ് വിമൻ പ്രസിഡന്റ് ആണ് നാദിയ കാൽവിനോയ്ക്കാണ് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അല്ലെ EIB-യുടെ ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് നാദിയ കാൽവിനോ. MD ആൻഡ് CEO ഓഫ് കൊടക് മഹേന്ദ്രയുടെ MD ആൻഡ് CEO അശോക് വാസ്വാനിയാണ് കൊടക് മഹേന്ദ്ര ബാങ്കിന്റെ MD അല്ലെങ്കിൽ CEO എന്ന് പറയുന്നത്. ന്യൂ റെക്കോർഡ് ഇൻ സോളോ സ്കൈയിങ് ഹർപ്രീത് ചാണ്ടിയാണ് സോളോ സ്കൈയിങ്ങിലെ പുതിയ ഗിന്നസ് റെക്കോർഡ് ലഭിച്ചിരിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞത് SKOയിൽ ഇന്ത്യയുടെ മെമ്പർഷിപ്പ് വന്നു, അതുപോലെ GI ടാഗ് ലഭിച്ചു വെസ്റ്റ് ബംഗാളിലെ ഖടിയ സാരീസിന്. ചിരഞ്ജീവി സ്കീം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്, അത് രാജസ്ഥാൻ ഗവൺമെന്റ് ഇന്റഗ്രേറ്റ് ചെയ്തു ആയുഷ്മാൻ ഭാരത് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട്. രഹത് വാണി കേന്ദ്ര UP-യിലെ ലക്നൌവിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. വേൾഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ലഭിക്കുന്ന മാഗ്നസ് കാൾസൺ ആണ്. EIB അതിന്റെ ഒരു ഫസ്റ്റ് വിമൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് നാദിയ കാൽവിനോ. അതുപോലെ കൊടക് മഹേന്ദ്രയുടെ MD അശോക് വാസ്വാനി. പിന്നെ നെക്സ്റ്റ് പ്യൂബർട്ടി സ്പോർട്സ് വുമൺ അവാർഡ് ലഭിച്ചിരിക്കുന്നത് സ്പാനിഷ് ഫുട്ബോളറാണ്. പേര് ഐദീന ബോണബട്ടി. സ്പാനിഷ്. മെൻസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ആർക്കാണ്? വിരാട് കോഹ്ലിക്കാണ്. ഇലക്ട്രോണിക് സോയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്വീഡനിലാണ്. അതായത് ഹൈഡ്രോപോണിക് സ്പേസസിലൊക്കെ പ്ലാന്റ് ഗ്രോത്ത് ആക്സിലറേറ്റ് ചെയ്യുക എന്നൊരു ഇമെയിൽ ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് സോയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്വീഡനിലാണ്. ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, അതിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് രാഹുൽ രാസ്ഗോത്രയാണ് പുതിയ ഡയറക്ടർ ജനറൽ. പുതിയ അപ്പോയിന്റ്മെന്റ്സുകൾ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നെക്സ്റ്റ് CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ് CRPFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആണ്. നെക്സ്റ്റ് വേൾഡ് ബ്രെയിലി ഡേ എന്ന് പറയുന്നത് ജനുവരി 4 ആയിരുന്നു. അതിന്റെ ഒരു തീം എന്ന് പറയുന്നത് റീച്ചിങ് ഔട്ട് ടു ബ്ലൈൻഡ് ആൻഡ് വിഷ്വലി ഇംപയർഡ് പേഴ്സൺ. റീച്ചിങ് ഔട്ട് ടു ബ്ലൈൻഡ് ആൻഡ് വിഷ്വലി ഇംപയർഡ് പേഴ്സൺ എന്നതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. വിഷ്വലി ഇംപയർഡ് persons. സോ ഈ വർഷത്തെ ബ്രെയിലി ഡേ ആയിട്ട് ബന്ധപ്പെട്ട തീമാണ്. ചാന്ദുമി മഹോത്സവ് ആസാമിലെ ഒരു മഹോത്സവത്തിന്റെ പേരാണ് ചാന്ദുമി മഹോത്സവ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഈ വീക്കിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും കുറെയെങ്കിലും കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പോയിന്റ്സുകൾ നോക്കിക്കൊണ്ടിരിക്കുമെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ അത് ഉറച്ചു നിൽക്കത്തുള്ളൂ. ബൈഹാർട്ട് പഠിക്കുക എന്നല്ല, ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ബൈഹാർട്ട് എല്ലാം കാണാപ്പാടം പഠിക്കുക എന്നല്ല. കറണ്ട് അഫയേഴ്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, നമ്മുടേതായ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ഓപ്ഷൻസ് വരുമ്പോൾ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ആൻസർ എടുക്കുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. അല്ല നമ്മൾ ഡയറക്റ്റ് ആൻസർ
എഴുതുമല്ലോ. നമുക്ക് 4 ഓപ്ഷൻസ് വരും. എന്നാലും നമുക്ക് ആ 4 ഓപ്ഷൻസ് MCQ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ആൻസർ കത്തണം. അപ്പോൾ നമ്മൾ എങ്ങനെയും കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് മാക്സിമം മനസ്സിലാക്കിയിരിക്കാൻ നോക്കുക, കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. സോ എന്തായാലും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.